ധന്യമീ ജീവിതത്തിൽ തുടക്കത്തിൽ നിസ്സാരമാണ് എന്ന് തോന്നാവുന്ന ഒരു കാര്യമാണ് പറയുന്നത്. പക്ഷെ അത് നിസ്സാരം അല്ല. നമ്മുടെ ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളൊരു കാര്യമാണ് വ്യാസൻ പുരാണങ്ങളിൽ പറഞ്ഞത് എന്ന് ഞാൻ തന്നെ പറയാറുണ്ട്. പ്രത്യേകിച്ചും കൃഷ്ണന്റെ കഥകൾ. കൃഷ്ണന്റെ കഥകൾ ആലോചനാമൃതമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കാനുള്ള കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൊന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാനുള്ള കാര്യമാണ് പറഞ്ഞത്. യശോദ കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കുട്ടിയെ അമ്മ വളരെ ഒരു കൈ കൊണ്ട് എടുക്കുക, ഒറ്റ കൈ കൊണ്ട് എടുക്കണം. ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടാവും. കുട്ടി നിലവിളിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് കുട്ടി എടുക്കും. അന്നത്തെ ദിവസം എടുക്കുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടുതൽ കൃഷ്ണന്. യശോദ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും, എന്താ ചെക്കന് ഇന്നൊരു കനക്കൂടുതൽ, കണ്ടമാനം വല്ലതും തിന്നോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. മടിയിൽ വെച്ചു. കുറച്ചും കൂടി ഒരു ഭാരം. കുട്ടികൾ വലുതാവും, പക്ഷെ തല പുസ്തകക്കുന്ന ഒരു ഭാരം ഉണ്ടാവുമോ? ചെറിയ കുട്ടികളെ പിന്നീട് എടുത്ത് പൊക്കാനായിട്ട് കഴിയില്ല. ഞാൻ എടുത്ത് പൊക്കിയിരുന്ന പല കുട്ടികളും ഇപ്പം എനിക്ക് എടുത്ത് പൊക്കാൻ പറ്റില്ല. ഒരു 2-3 വയസ്സാകുമ്പോഴേക്കും കുട്ടികൾ വലുതാവും. ആ വലുതാവുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. അമ്മമാർക്കും പറ്റില്ല. നോക്കുമ്പോൾ വലിപ്പമൊന്നും കൂടിയിട്ടില്ല, ഒരു വെയിറ്റ് കൂടുതൽ. അതവിടെ കട്ടെ, അതിൻ്റെ തുടർച്ചയായിട്ട് പിന്നീട് പറഞ്ഞോളാം. നമ്മൾ ചിലപ്പോൾ ചില വെയിറ്റ് കൂടിയ സമയമല്ലേ, ഇത് കേൾക്കുന്നവരുടെ ജോലി എന്തായിരുന്നെങ്കിലും ചിലപ്പോൾ ജഡ്ജ്മെൻ്റ് എഴുതേണ്ട ആളാവും. ജഡ്ജ്മെൻ്റ് എഴുതണം. അപ്പം രാവിലെ തമാശ പറയോ? ജഡ്ജ്മെൻ്റ് എഴുതേണ്ട ആളാ. അതേപോലെ ചില ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ട സമയം വരും. അപ്പം വെയിറ്റ് ഒന്ന് കൂടണ്ടേ? വൈകുന്നേരം ചെല്ലുമ്പോൾ പലവിധ ചോദ്യങ്ങൾ ചോദിക്കും പത്രക്കാർ എന്ന് വിചാരിക്കുക. ഇങ്ങനെ ചോദിച്ചാൽ എന്താ ഉത്തരം? നമ്മുടെയൊക്കെ വെയിറ്റ് കൂടുന്നുണ്ട്, എല്ലാവരുടെയും. ഇനിയിപ്പോൾ കല്യാണം ഉറപ്പിച്ചാൽ അതിപ്പോൾ ഒരു ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലെങ്കിലും കല്യാണം നടത്തണമെങ്കിൽ അതിന് പൈസ കുറച്ച് വേണ്ടി വരില്ല. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? ഒരു ചിന്ത വന്നു, ഒരു വെയിറ്റ് കൂടി. നമുക്ക് വെയിറ്റ് കൂടണം, നല്ല രീതിയിലായിരിക്കണം കേട്ടോ. വെയിറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ തൂക്കം കൂടുകയെന്നോ അമിതാഹാരം കഴിച്ചിട്ട് കുടവയറ് വരിക, തടി ഉണ്ടാകുക എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ കൃഷ്ണന് ഇപ്പം എന്തേ വെയിറ്റ് കൂടിയതെന്ന് ചോദിച്ചാൽ, കൃഷ്ണനെ നിഗ്രഹിക്കാൻ ഒരു ചങ്ങായി വരികയാണ്. താരകാസുരന്റെ സുഹൃത്തോ മന്ത്രിയൊക്കെയാണ്. കംസന് വേണ്ടപ്പെട്ട ആളാണ്. അപ്പൊ കംസൻ പറഞ്ഞു വിട്ടു, ആ പയ്യനെ തീർക്കണം എന്ന്. ആ പയ്യനെ തീർക്കണം എന്ന് കംസൻ പറഞ്ഞപ്പോൾ ആരാണ് ഈ താരകാസുരൻ? അവിടെ അമ്മാവനും മരുവനും തമ്മിലുള്ള പ്രശ്നമാണ്. അങ്ങനെ ആലോചിക്കണമെങ്കിൽ നമ്മൾ ഈ കഥ പറയേ വേണ്ട.
തൃണം എന്ന് പറഞ്ഞാൽ പുല്ല് എന്നർത്ഥം. ആ ചങ്ങായിയുടെ കയ്യിൽ ഒരു അസ്ത്രമുണ്ട്. അസ്ത്രത്തെ ഒരു കഴിവുണ്ട്. ആ കഴിവുമായിട്ട് ബന്ധിച്ചാൽ ഈ അസുരനോട് നമ്മൾ തോൽക്കാൻ എളുപ്പം കഴിയും. നിസ്സാരമായ കാര്യങ്ങൾ, പുല്ലുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് നാം ജീവിക്കുന്നത്. ഒരാവശ്യമില്ലാത്ത കാര്യം. ഇതാണ് തൃണാവർത്തൻ. ഒരസുര രൂപിയായിട്ട് ഇങ്ങോട്ട് വരിക എന്നുള്ളതല്ല. ഒരു കുടുംബത്തിൽ രാവിലെ തൃണാവർത്തം വരും. ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം. അത് ഇന്നലെ ഉണ്ടാക്കിയ കൂട്ടാൻ്റെ ബാക്കി ഉണ്ടായിരുന്നില്ല. നീ എന്താ ചെയ്ത് ഭർത്താവേ? അത് ഞാൻ അമ്മ അടുത്തേക്ക് കൊടുത്തു. അമ്മ അടുത്തേക്ക് കൊടുക്കാൻ വേണ്ടി അമ്മ അടുത്ത് ഇങ്ങോട്ട് വല്ലതും തരാറുണ്ടോ? വഴക്കായി. ഇന്നോടത്ത് ചെന്നു, കല്യാണത്തിന് വിളിച്ചിട്ട് ഞാൻ ചെന്നു. കണ്ടിട്ടൊന്നും ഇരിക്കാൻ പോലും പറഞ്ഞില്ല. നമ്മൾ ഫ്രണ്ടിനോട് പറയുക, ടെൻഷൻ അടിക്കുകയാണ് ഇവിടെ. നിസ്സാരമായ കാര്യത്തിനെ നമ്മളങ്ങോട്ട് വലുതാക്കുകയാണ്. ഈ സംവിധാനത്തെയാണ് തൃണാവർത്തൻ എന്ന് വിളിക്കുന്നത്. കേൾക്കുന്നവർ പറയാം, അത് വിട്, ആ വ്യക്തിയും ചത്തുപോയി, നിങ്ങളന്ന് വിട്. എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സിവിൽ കേസ് കൊടുക്കും. അല്ല, സിവിൽ കേസ് കൊടുത്തിട്ട് എന്തായി? സിവിൽ കേസ് ആദ്യത്തെ കോടതിയിൽ 15 കൊല്ലം തോറ്റു. രണ്ടാമത്തെ കോടതിയിൽ പോയി 15 കൊല്ലം. ഇങ്ങനെ ഇപ്പം വീണ്ടും സുപ്രീം കോടതിയിൽ നിന്നും വിട്ടു. ഇനി ദൈവം നോക്കിക്കൊള്ളൂ. ദൈവം നോക്ക്. ഇത് ആദ്യം ദൈവത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ലേ? സുപ്രീം കോടതി കഴിഞ്ഞാലേ എവിടെ ദൈവമുള്ളൂ? ആരോഗ്യം നശിക്കുന്നതും ബുദ്ധി നശിക്കുന്നതും നിസ്സാരമാണെന്ന കാര്യങ്ങളെ വലുതാക്കി നമ്മൾ വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. അയൽവാസികളായിട്ടുള്ള തെറ്റ് നിസ്സാര കാര്യവും. ഈ വലിയ വഴക്കും പ്രശ്നവും ടെൻഷനും പ്രഷർ കൂടുകയൊക്കെ വളരെ വലിയ വിഷയമൊന്നും വേണ്ട. ഇടത്തരക്കാരായ നമുക്കെന്താ വലിയ വീട്ടാണുള്ളത്. എന്നെപ്പോലുള്ള സാധാരണ ഒരു കാരന് ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയാൻ ഈ ഭൂമിയിൽ എന്താ ഉള്ളത്? നിസ്സാര കാര്യം തന്നെ ഉണ്ടാവുള്ളൂ. അവഗണന എന്ന് പറഞ്ഞത് എന്നെ കണ്ടപ്പോൾ ബാക്കി നാളാളോട് ചോദിച്ചു, എന്നെ കണ്ടപ്പോൾ വലിയ രോഗമില്ല, എനിക്ക് അത്ര വലിയ അധികാരം ഇല്ലാത്തതുകൊണ്ടാവും. ഇത് തലയിൽ വെച്ച് നടന്ന് വെച്ച് ഈ ക്ഷീണത്തിൻ്റെ കാരണം മുഴുവൻ അതല്ലേ? തൃണാവർത്തൻ വന്ന് കയറുകയാണ്. നമ്മുടെ വീട്ടിലെ പല കാരണവന്മാരുടെയും മേല് ഈ അസുരം കയറിയുണ്ട്. കാരണവര് നല്ലതല്ല, തന്തപ്പിടി തന്നെ പറയണം. ഞാൻ സ്വകാര്യമായിട്ട് തന്തപ്പിടി എന്ന് പറയുമ്പോൾ എൻ്റെ ശ്രോതാക്കളുടെ മുമ്പിൽ തന്തപ്പിടി രാവിലെ മുതൽക്ക് ടെൻഷനില്ല. അതോടുകൂടി മൂലക്കുരു കുറച്ച് കൂടുകയും ചെയ്തു. എന്താ കാരണം? പേരമകൻ പറയാണ്, ഈ നിസ്സാര കാര്യം മുത്തച്ഛന് വിട്ടൂടെ? ഈ നിസ്സാര കാര്യം പറഞ്ഞുകൊണ്ട് ഇനി കളിക്കണോ? അത് നിനക്കത് നിസ്സാര കാര്യമാവും. ഈ കാരണം കൊണ്ടാണ് തൃണാവർത്തൻ വരുന്നു എന്ന് തോന്നിയപ്പോൾ കൃഷ്ണന് വെയിറ്റ് കൂടി എന്ന് പറഞ്ഞ അർത്ഥം അങ്ങനെ വരികയാണല്ലേ. എന്നെപ്പോലുള്ള ഒരാളുടെ അടുത്ത് ഇത്ര ചീപ്പായ വർത്താനൊന്നും പറയണ്ട. കല്യാണത്തിന് ഇന്ന 2 പേര് വന്നപ്പോൾ നിങ്ങളെക്കുറിച്ച് അവര് പറയുകയാണ് നിങ്ങളെക്കുറിച്ച്. എനിക്കതൊന്നും കേൾക്കണ്ട, വെയിറ്റ് കൂടി. ഇതാണ് സംഭവം. നമുക്ക് പ്രലോഭനം ഉണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തർ പറയും, അറിഞ്ഞില്ലേ, എന്നാലും നിങ്ങളെ എത്ര അപമാനമാണ്,
ഇന്നോടത്തിൽ വെച്ച് ഇന്നാൾ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. ആര്? വെയിറ്റ് കൂടുമ്പോൾ എന്തായി? ഇതൊക്കെ താഴെയായി. ഇതുകൊണ്ടാണ് ഒരു നിസ്സാര കാര്യമാണ് ഞാൻ ഡെവലപ്പ് ചെയ്ത് പറഞ്ഞത്. അന്നത്തെ ദിവസം കുട്ടിക്ക് മുല കൊടുക്കാൻ വേണ്ടി യശോദ കൃഷ്ണനെ എടുത്തപ്പോൾ പതിവില്ലാത്ത വിധം ഒരു ഭാരം, ഒരു തൂക്കം. ഇവിടെ തൂക്കം എന്ന് പറഞ്ഞാൽ ഈ വെയിറ്റ് അല്ല. നമുക്ക് ഓരോരുത്തരും നിസ്സാര കാര്യം വരുമ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് വേണം. അതേമാതിരിയുള്ള ചീപ്പായ കാര്യമൊന്നും പറയരുതെന്ന് മറ്റാളോട് പറയണ്ട, മനസ്സിൽ വിചാരിക്കണം. അയാളെന്തോ പറഞ്ഞോട്ടെ, നമ്മളൊന്ന് ചിരിച്ചു ഒരു പുഞ്ചിരിയിൽ ഒതുക്കുക. നമ്മൾ വെയിറ്റ് കുറച്ച് കൂട്ടണം. ഇതുപോലെ തല വർത്താനോ വീട്ടിലെ കാര്യമോ ജ്യേഷ്ഠാനുജന്മാർ പറഞ്ഞ വർത്താനോ ആ വെയിറ്റ് ഒന്ന് കൂട്ടുമ്പോൾ ആ വർത്താനം നമ്മളോട് ആരും പറയൂല കുറെ കഴിയുമ്പോൾ. അതിന് അദ്ദേഹത്തോട് പറയണ്ടല്ലാന്ന് അവർക്ക് തോന്നും. തൃണാവർത്തം കൊണ്ടുപോയിട്ട് അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോയിട്ട് അത് കറക്കി 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 കൊണ്ടുപോകുമ്പോൾ കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരികയാണ്, വെയിറ്റ് കൂട്ടൂ, ഇത്ര നിസ്സാര കാര്യങ്ങൾ നിങ്ങൾ പറയരുത്, കുറച്ചുകൂടി വലിയ കാര്യങ്ങളിലേക്ക് മനസ്സ് ചിന്തിക്കൂ. മനുഷ്യജന്മം കിട്ടിയത് ഇതുപോലുള്ള തറ കാര്യങ്ങൾ പറയാനല്ല. ആ തറ കാര്യങ്ങൾ എന്നുള്ള വാക്ക് എവിടുന്ന് വന്നുവെച്ചാൽ, പണ്ട് സിനിമാ ടാക്കീസിൽ 4 ടിക്കറ്റിന് മണലിട്ടിട്ട് മുമ്പിലിരുന്നിട്ടാ കാണുക. ചമ്രം പടിഞ്ഞിരിക്കുക മണലിൽ, മേപ്പോട്ട് നോക്കുക, തിരശ്ശീലയിൽ ചിത്രം കാണാം. ഞാൻ അങ്ങനെ സിനിമ കണ്ട ആളാണ്. 24 നയാ പൈസയാണ് ടിക്കറ്റിന്. ഇതാണ് തറ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പറയുകയാണ്. ഉയർത്തൂ, വെയിറ്റ് കൂട്ടൂ. നിസ്സാരമായ കാര്യങ്ങളുടെ ഭാരം തൃണാവർത്തൻ തന്നെ തൂറ്റ് വെയിറ്റ് സഹിക്കാൻ കഴിയാതെ താഴെ ഇടും. കൂടുതൽ കാര്യം ചിന്തയ്ക്ക് വിടുന്നു, വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.